ഹലോ ഫ്രണ്ട്സ്, ഇത് ഞങ്ങളുടെ ചെറിയൊരു അടുക്കളയാണ് കേട്ടോ. പുറത്തുള്ള അടുക്കളയാണ്. ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ ചോറും കറിയൊക്കെ ഞങ്ങൾ വെക്കാറ് ഇവിടെ നിന്നാണ് കേട്ടോ. എന്നിട്ട് അതെടുത്ത് അകത്ത് കൊണ്ടുപോയി വെക്കാറ് കേട്ടോ പതിവ്. കാരണം നിറച്ചും പുകയാവും. അല്ലെങ്കിൽ ചെറിയ വീടല്ലേ, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പുകയും കൂടി നിറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഒരു എന്താ പറയുക വൃത്തികേടാവും. പിന്നെ വെളിയിലാണ് പാചകമൊക്കെ ചെയ്യാറ്. ചിക്കൻ കറിയാണ് കേട്ടോ വെക്കുന്നത്. ചിക്കൻ കറി പിന്നെ എല്ലാവർക്കും വെക്കാൻ അറിയാമല്ലോ. നമ്മുടെ ഇത്തിരി ഗ്രേവി ബോഡി കൂടിയിട്ടാണ് കേട്ടോ ഞാൻ വെക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് ചിക്കനുള്ളൂ. ഞാൻ ഈ ഇടയ്ക്ക് മേടിച്ചപ്പോൾ ഞാൻ കുറച്ചെടുത്ത് വറുക്കാൻ വേണ്ടി നല്ല നല്ല പീസ് എടുത്ത് വറുക്കാൻ വേണ്ടിയിട്ട് ഫ്രീസറിലെടുത്ത് വെച്ചതാണ്. പിന്നെ ഞാനത് വറുത്തില്ല. എനിക്കിന്ന് കുറച്ച് കപ്പ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കപ്പയും ചിക്കൻ കറിയും ആക്കാമെന്ന് വൈകുന്നേരത്തെ ഭക്ഷണം എന്ന് വിചാരിച്ചു. വൈകുന്നേരം അതാട്ടോ കഴിച്ചത്. പിന്നെ നല്ലതുപോലെ കഴുകി വാരിയിട്ട് പിന്നെ ഞാൻ വെള്ളത്തിട്ടിട്ട് അങ്ങനെ വെക്കും കേട്ടോ ചിക്കൻ. എന്താ വെച്ചാൽ വെള്ളം കുടിക്കും, ചിക്കൻ വാങ്ങിട്ട് കഴിഞ്ഞാൽ വെള്ളം കുടിക്കുമെന്ന് പറയാണ്. പക്ഷേ എന്താ വെച്ചാൽ അതിൽ കുറേ നമ്മൾ കഴുകി മാറ്റി വെച്ചാലും ചിലപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ നീരിറങ്ങിയും കൊണ്ടേയിരിക്കും. പിന്നെ നമ്മൾ വെള്ളത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് അത്രത്തോളം വൃത്തിയോടെ കിട്ടും. ഇല്ലെങ്കിൽ ആ ബ്ലഡോടെ അങ്ങനെ നമ്മൾ വാരി ഇടണ്ടേ. കുറച്ച് ബ്ലഡ് ചിലപ്പോൾ നമ്മൾ ചില സമയത്ത് കഴുകി വെച്ചാലും ഉണ്ടാവും. അപ്പോൾ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ അത്രയും ബ്ലഡ് നമുക്ക് കിട്ടത്തില്ല, അത് വെള്ളത്തിൽ തന്നെ പോകുമല്ലോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ വെള്ളത്തിലിട്ട് വെക്കാറാണ് കേട്ടോ. അത് എനിക്കതാണ് ഇഷ്ടം. എനിക്കെന്തല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമല്ല, അല്ലാതെ വാരി വെച്ച് വെക്കണത് എനിക്കിഷ്ടമല്ല കേട്ടോ. പിന്നെ അതെല്ലാം ഇട്ട് ഞാൻ മിക്സ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ഏട്ടനാണ് വീഡിയോ എടുത്ത് തരുന്നത്. ആൾക്ക് പിന്നെ പുറത്തേക്ക് പോകാനുള്ളൊരു സമയമായി. അപ്പോൾ അതുകൊണ്ട് എടുത്ത് വേഗം എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനപ്പോൾ അവിടെ ഇരുന്നിട്ട് അത് റെഡിയാക്കുകയാണ്. ഉപ്പൊക്കെ എടുത്ത് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും മോള് വരുന്നുണ്ട്. മോള് വന്നിട്ട് അച്ഛൻ്റെ ഫോൺ വേണം പറഞ്ഞ് വാശി പിടിച്ചിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അവൾക്ക് പിന്നെ 7 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരം ഫോൺ ഞങ്ങൾ കൊടുക്കും. അതുവരെ ഫോണില്ല. 7 മണി മുതൽ ഒരു 9 മണി വരെയൊക്കെയാണ് ഫോൺ കൊടുക്കുന്നത്. അല്ലെങ്കിൽ 7 മണി ആവില്ല, 7-7:30 ആവും കേട്ടോ. അങ്ങനെ ഞങ്ങൾ കൊടുക്കാറുള്ളൂ. അതുവരെ ഫോൺ കൊടുക്കില്ല. പഠിപ്പെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഫോൺ കൊടുക്കുന്നത്. ഇപ്പം അങ്ങനെ ഫോൺ കൊടുക്കൽ പതിവ് കമ്മിയാക്കിയിരിക്കുകയാണ് കേട്ടോ. പിന്നെ അതിൽ ഏറ്റവും ലാസ്റ്റാണ് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ടാണ് ഞാൻ അങ്ങനെ അടച്ച് വെച്ചിട്ട് ഒരിത്തിരി വേണേൽ മാത്രം വെള്ളം ഒഴിക്കില്ലെങ്കിൽ ഒഴിക്കില്ല കേട്ടോ. കപ്പ പിന്നെ നേരത്തെ ഞാൻ വേവിച്ച് വെച്ചായിരുന്നു കേട്ടോ. കണ്ടോ നല്ല വെന്ത് പറഞ്ഞ് നല്ലോണം വന്ന് ഞാൻ ചിലപ്പോൾ വേഗില്ലെങ്കിൽ വെച്ചിട്ട് ഒരു വിസിൽ ഇത്തിരി കൂട്ടി അടിച്ചപ്പോൾ നല്ലോണം വെന്തൊട്ടഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ കപ്പൻ്റെ കൂടെ അത് കൂട്ടി അങ്ങ് കഴിച്ചപ്പോൾ ഉണ്ടല്ലോ എന്തൊരു ടേസ്റ്റ് വെച്ചിട്ടാണെന്നറിയാം. നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ കണ്ടോ നമ്മുടെ ചിക്കൻ കണ്ടില്ലേ ഫ്രീസറിൽ വെച്ചപ്പോൾ ഞെക്കിയപ്പോൾ മനസ്സിലായി. ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞ് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ സൂപ്പറായിരിക്കും എനിക്ക് മനസ്സിലായിട്ടോ. കാരണം കറി വെച്ചപ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നത്. അടിപൊളിയായിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ കൂട്ടി കുഴഞ്ഞ രൂപത്തിലായിരുന്നു. കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ചിക്കനും അതും കൂട്ടി കഴിക്കുമ്പോൾ സൂപ്പറായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്.